പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ. യേശുവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഃഖാർത്ഥമായ ഒരു ദുഃഖവെള്ളിയുടെ ആത്മീയമായ അനുഭവത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് കുരിശിലെ സഹനം. ഒരു സ്നേഹ പർവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഒന്നും ബാക്കി വയ്ക്കാതെ മുഴുവൻ നൽകിയ സ്നേഹത്തിന്റെ പേരാണ് യേശു. കുരിശ് മരണത്തിലൂടെയാണ് ഈ അവസാന തുള്ളി സ്നേഹം വരെ അതിന്റെ പൂർണ്ണതയിൽ മനുഷ്യ വംശത്തിന് നൽകിയത്. ആ ഒരു വലിയ അനുസ്മരണത്തിന്റെ നിറവിലാണ് വിശ്വാസികൾ എല്ലാവരും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വന്തം ഛായയിൽ മനുഷ്യനെ രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി ഇത്രയും സഹിക്കാൻ അവിടത്തേക്ക് മനസ്സായത്. പിതാവായ ദൈവം പുത്രനെ വിട്ടുകൊടുത്തത് ഈ ഒരു കാരണത്താലാണ്. അവിടുത്തെ തന്നെ തിരുമുഖ ഛായ ശ്വാസം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ ഒരിക്കലും നശിച്ചു പോകരുത്. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, പദ്ധതിയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:7 ഇപ്രകാരം പറയുന്നു: നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ നല്ല ഒരു മനുഷ്യന് വേണ്ടി മരിക്കാൻ ചിലരെങ്കിലും തയ്യാറായേക്കും. എന്നാൽ പാപിയായിരിക്കെ പാപിക്ക് വേണ്ടി മരിക്കാൻ ആരും തയ്യാറാകില്ല. തന്റെ ജീവനെ സമർപ്പിച്ച് യാതൊരു പ്രത്യുപകാരവും ആഗ്രഹിക്കാതെ ആ ജീവനെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, മനുഷ്യകുലത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന ഒരു സ്നേഹത്തിന്റെ ആ അനുഭവമാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയുക. ദുഃഖവെള്ളി എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സാഹചര്യങ്ങളും പരിഗണിക്കുമ്പോൾ വലിയ ഒരു ഒറ്റപ്പെടലിന്റെ ഒറ്റയ്ക്കാകുന്നതിന്റെ അനുഭവമാണ്. ഈ ഒറ്റപ്പെടൽ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആവശ്യം കൂടിയായിരുന്നു. ഒരു വലിയ ധ്യാനമായിരുന്നു, ഒരു വലിയ സ്നാനമായിരുന്നു ഈ ഒറ്റപ്പെടൽ. അവിടുന്ന് ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടിയല്ല, ഒറ്റപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയായി. പിതാവുമായിട്ടുള്ള സംഭാഷണമായിരുന്നു ഈ ഒറ്റപ്പെടലിന്റെ എല്ലാ മുഹൂർത്തങ്ങളിലും സംഭവിച്ചത്. ഒറ്റിക്കൊടുക്കലും ഒറ്റപ്പെടലും ഒക്കെ യേശുവിന്റെ പീഡാസഹനത്തിന്റെ വലിയ വലിയ ദുഃഖ അനുഭവങ്ങളായിരുന്നു. പക്ഷെ അതിനെയെല്ലാം യേശു രക്ഷാകരമാക്കി. അതാണ് യേശുവിന്റെ ഈ ഒറ്റയ്ക്കാകലിന്റെ സുവിശേഷം. അതുകൊണ്ട് നൈരാശ്യത്തിന്റെ യാതൊരു കാരണവും ഇവിടെ അവശേഷിക്കുന്നില്ല. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ജാഗരണങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതിന്റെ അർത്ഥം നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഒറ്റപ്പെടലുമായിട്ട് താതാത്മ്യപ്പെടുകയാണ്, അനുരൂപപ്പെടുകയാണ്, ചേരുകയാണ്. രണ്ടാമതായി ഈ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം, കർത്താവ് നമ്മളെ രക്ഷിച്ചത് സഹനത്തിലൂടെയാണ്.
സഹിച്ചുകൊണ്ടാണ്. ഈ സഹനത്തിന് പിന്നിൽ ഉള്ള രഹസ്യം എന്താണ്? സ്നേഹമാണ്. സഹിച്ചു, സ്നേഹിച്ചു, ഈ രണ്ട് വാക്കുകൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് രക്ഷാകരമായ സഹനമായി അത് മാറുന്നത്. റിഡംപ്റ്റീവ് സഫറിംഗ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം സഹനത്തിൻ്റെതാണ്. കുടുംബങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ ഒത്തിരി ഭയത്തിന്റെ ഭീതിയിലാണ്. എവിടെ നോക്കിയാലും അങ്കലാപ്പുകളാണ്. ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ സംഘർഷങ്ങളാണ്. തരുണത്തിൽ നമ്മൾ ചിന്തിക്കണം, സഹനത്തിന് രക്ഷാകരമായ ഒരു പ്രതലമുണ്ട്, ഒരർത്ഥമുണ്ട്, ഒരാഴമുണ്ട്. ഇവിടെ കർത്താവ് അത് കാണിച്ചു തന്നു. ഇവിടെ സഹനങ്ങളൊന്നും നിരർത്ഥകമാകില്ല. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നിന്റെ കണ്ണുനീർ തുള്ളികളൊന്നും തറയിൽ വീണ് പറ്റിപ്പോകില്ല, ഞാനിത് കുപ്പിയിൽ ശേഖരിക്കും. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സഹനങ്ങൾക്ക് ദൈവികമായ ഒരു അർത്ഥം നമ്മൾ കാണണം. പൗലോസപ്പോസ്തലന്റെ വാക്കുകളിൽ അവിടുത്തോടു കൂടി ചേർന്ന് സഹിക്കുന്നവൻ അവിടുത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനോട് കൂടി ചേർന്ന് മരിക്കുന്നവൻ അവിടുത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കും. 3, കുരിശിലൂടെയാണ് യേശു നമ്മെ രക്ഷിച്ചത്. പേർഷ്യ രാജ്യത്ത് വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരായുധം ക്രൈസ്തവന്റെ രക്ഷയുടെ ചിഹ്നമായി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നാം എല്ലാ ദിവസവും അടയാളപ്പെടുത്തുന്ന മുദ്രയായി ജനിക്കുമ്പോൾ മുതൽ മരണം വരെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും ഒരു വലിയ വൈകാരികമായി നമ്മൾ വഹിക്കുന്ന നമ്മുടെ രക്ഷയുടെ ആയുധമായി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കർത്താവ് രക്ഷിച്ചത് ഈ കുരിശിലൂടെയാണ്. 4 ദിക്കിനെയും ഈ കുരിശാണ് രക്ഷിച്ചത്. ഈ കുരിശിലൂടെയാണ് രക്ഷ. ഈ കുരിശ് നമുക്ക് ആത്മീയമായ ഒരു പ്രചോദനം നൽകണം. അമ്പരാരിലേക്ക് കണ്ണു നട്ടുകൊണ്ട് മനുഷ്യരിലേക്ക് പടരാൻ, അവന് വേണ്ടി സഹിക്കാൻ. ഈ കുരിശിനെ നമ്മുടെ രക്ഷയുടെ അടയാളമായി നാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുരിശിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. സഹനങ്ങളെ രക്ഷാകരമാക്കി നമുക്ക് ജീവിക്കാം. ഈ ദുഃഖവെള്ളിയാഴ്ച ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ അത് തമ്പുരാന്റെ അനുഭവമാണെന്ന് തിരിച്ചറിയുക. സഹനങ്ങൾ ലഭിക്കുമ്പോൾ അത് കർത്താവിന്റെ കുരിശിന്റെ അനുഭവം ആണെന്ന് മനസ്സിലാക്കി കുരിശിന്റെ പൊരുളിനെ, അർത്ഥത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. നമുക്ക് ഇപ്രകാരം ആരാധനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാം. രക്ഷാതന്ന മാർസ്ലീബായെ നമിച്ചിടുന്നു, നിന്നാഗമനെ ഓർത്തിടണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചി